ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായ 5 പേര് നാളെ SSLC എക്സാം എഴുതാൻ പോകുന്നു. ഇപ്പൊ കുറച്ചു മുന്നേ കണ്ട വാർത്തയാണ്. ഭയങ്കര സന്തോഷം തരുന്ന വാർത്തയാണല്ലേ. 5 പേരെയും ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 5 പേരും SSLC എഴുതിയിട്ട് എന്തുണ്ടാക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്ത് എക്സാം എഴുതാൻ സമ്മതിക്കില്ല. പക്ഷെ ഈ രാജ്യത്ത് ഒരു കൊല ചെയ്ത എക്സാം എഴുതാൻ സമ്മതിക്കും. കാര്യം കൊലപാതകൾക്കൊക്കെ ഭാവിയുള്ള നാടാണ് ഇത്. ഇപ്പൊ മിനിമം നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു കൊലയെങ്കിലും ചെയ്യണം. ഒരു കൊച്ചിനെ പെറ്റ് 10-15 വയസ്സ് വരെ വളർത്തി വലുതാക്കി അതിന്റെ ഭാവിയും മുന്നിൽ കണ്ട് അതിനെ വളർത്തി ഇത്രയാക്കിയെടുത്ത മാതാപിതാക്കൾക്ക് പുല്ല് വിലയാണ് ഈ നാട്ടില്. അവർക്ക് നിങ്ങൾക്ക് നീതിയും ന്യായവും ഉണ്ടെന്നില്ല. നിങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കണ്ട. നിങ്ങളെ കൊച്ചു പോയത് പോയി. ഇനി ബാക്കിയുള്ള ഈ 5 ക്രിമിനൽസിനാണ് ഭാവി വേണ്ടത്. കേട്ടാ, ഈ 5 പേരെ ചുണയുള്ള നാട്ടുകാരവിടെ ഉണ്ടെങ്കിൽ ആ SSLC ഹാളിൽ കയറി ഇവനെയൊന്നും പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത്. ഇവനൊക്കെ പഠിച്ചിട്ട് എന്തോ ഉണ്ടാക്കാനാണെന്ന്. എന്തോ ഉണ്ടാക്കാൻ? ഇനിയുള്ള പിള്ളേർക്ക് ശാസ്ത്രീയമായിട്ട് ഒരാളെ എങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാന്ന് തെളിയിപ്പിച്ചു കൊടുക്കാനോ? 15 വയസ്സിൽ ഒരു കൊച്ചിന്റെ ജീവൻ ഇല്ലാതാക്കാൻ ഇവനൊക്കെ ഇത്രയും ആർജവം എടുക്കുന്നുണ്ടെങ്കിൽ ഇവനെ ഒന്ന് മുന്നോട്ട് വളരാൻ അനുവദിച്ചൂടാ. കടക്കൽ വെച്ച് വെട്ടുക എന്നുള്ളൊരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ ഇനി മുന്നോട്ട് പോയിട്ടും നമുക്ക് ബൃഹത്തായ സംഭാവനകളൊന്നും ഇവനൊന്നും തരാനില്ല. അതോ ഇനി ഇന്ത്യയുടെ ഭാവി മന്ത്രിമാരായിട്ടൊക്കെ വാർത്ത് വെച്ചിരിക്കുകയാണോന്നും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണല്ലോ SSLC എഴുതാൻ പെർമിഷൻ കൊടുത്തത്. എന്തുവാടേ ഇത്? ഒരു പട്ടി ചത്താവുള്ള വിലയെങ്കിലും ഒരു മനുഷ്യനെ കൊടുറേ. 10-15 വയസ്സുള്ള ഒരു കൊച്ചല്ലേ, നാളെ ഇതേപോലെ SSLC എഴുതാനുള്ള ഒരു കൊച്ചല്ലേ മരിച്ചുപോയത്. ഒരു കാരണവും ഇല്ലാതെ, ഒരു തെറ്റും ചെയ്യാതെ. എത്ര കാലം ജീവിക്കാനുള്ളതായിരുന്നു? നല്ല കോണാത്തിലെ നിയമം.